സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോണ ഗൈസ്, നമ്മൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്നാൽ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ്. അന്ന് ബാംഗ്ലൂർ ബ്ലോഗ് എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ കണ്ടൻറ് ഒന്നും കിട്ടിയില്ല. മോഡൽ എക്സാമും മെയിൻ എക്സാമൊക്കെ ആയത്. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് കൊച്ചിയിലൊരു കല്യാണമുണ്ട്. ഞാൻ ഉമ്മയും കൂടെയാണ് പോണത്. അപ്പോൾ ട്രെയിനിൽ കയറിയതേ ഉള്ളൂ. ഇനി എന്തായാലും ഫുഡും എല്ലാം കഴിക്കുമ്പോഴാണ് കൊച്ചി എത്തുമ്പോഴാണ് കാണാം. ഒരു കാര്യം പരിചയപ്പെടുത്താൻ മറന്നു, ഇതെൻ്റെ പുതിയ മൈക്കാണ് ഗൈസ്. പുതിയ മൈക്ക് ഗ്രൈനറോളാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ബാംഗ്ലൂർ ബ്ലോഗിന് ശേഷം എനിക്ക് എന്തെങ്കിലും കണ്ടൻറ് ഒന്നും അധികം കിട്ടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും കാരണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കണ്ടൻറ് ഒന്നും കിട്ടിയില്ല. ഇനി തൊട്ട് എന്തായാലും വെക്കേഷനായിട്ട് കണ്ടൻറ് ഇടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കല്യാണ ബ്ലോഗ് നല്ല രീതിയിൽ വരും. ഗൈസ് ട്രെയിൻ എടുത്തില്ല ഗൈസ്, നല്ല ചൂട്. ഗൈസ് നമ്മൾ നിൽക്കണത് കൊച്ചിയിലാണ്. കൊച്ചി എത്തിയിട്ടുണ്ട്. ട്രെയിൻ എന്തായാലും ഒരു 1.5 മണിക്കൂർ ഡിലേ ആയി. അലമ്പാണ് കാണിച്ചത്. അതുകൊണ്ടിപ്പോൾ നമ്മൾ കൊച്ചി എവിടെയാണ് പോണത്? നമ്മൾ ഫോർട്ട് കൊച്ചി. ഗൈസ് ഇപ്പം നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ഫുഡിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, ടയേർഡായിരുന്നു. അപ്പോൾ എന്തായാലും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് എന്തായാലും ഒരു 7:30-6 മണിക്ക് മെഹന്തിക്ക് പോകണം. അതൊക്കെയാണ് പരിപാടികൾ. ഗൈസ് ഇപ്പോൾ നമ്മൾ എന്തായാലും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്തായാലും 7:30 ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മെഹന്തിക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങണയാണ്. എന്തായാലും ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് എന്തായാലും എത്തണമായിരിക്കും നല്ലത്. കാരണം ഹോളിൽ എന്തായാലും അധികം ആരും ഇപ്പോഴൊന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഗെയ്സ് അവിടെ ഭയങ്കര തിരക്കായി. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് എന്തായാലും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കണത് പോലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മയോടെ നിൽപ്പുണ്ട് സംസാരിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല. നേരെ വീട്ടിൽ പോകണം. നാളെയാണ് ഗെയ്സ് കല്യാണം. ജസ്റ്റ് മെഹന്തിക്ക് വന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗായിരിക്കും ഗൈസ്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. എന്തായാലും വെക്കേഷൻ അല്ലേ, എന്തായാലും മാക്സിമം വ്ളോഗ് ട്രൈ ചെയ്യണം ഗൈസ്. കുറേ വ്ളോഗൊക്കെ തപ്പി പിടിച്ച് എങ്ങനെയെങ്കിലും വ്ളോഗ് അല്ലെങ്കിൽ ചലഞ്ചസ് എങ്കിലും ഇടണം ഗൈസ്. ഇനി അതേ നടക്കത്തുള്ളൂ. പിന്നെയെന്ന് പറയുമ്പം ഇനി നടന്ന് വെളിയിലോട്ട് പോകാം ഗൈസ്. ഇവിടെ ഒരു കഫേ ഉണ്ട്, ചിലപ്പോഴേ കയറുള്ളൂ ഗൈസ്. പിന്നെ വേറെ കാര്യം, എൻ്റെ മറ്റേ വ്ളോഗ് എടുക്കുന്ന ലേറ്റ് ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ വ്ളോഗിന് വേണ്ടി അത്ര പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല വന്നത്. ജസ്റ്റ് ഒന്ന് വന്ന് മൈക്കും കൊണ്ട് ഇപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പം എന്തായാലും മെഹന്തി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. തിരക്കായിരുന്നു ഗൈസ്. മെഹന്തിയുടെ അവിടെ നിന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ എന്തായാലും സോഡ നാരങ്ങ കുടിക്കാൻ ഗൈസ്. എന്തായാലും ഇപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വ്ളോഗ് എടുക്കാൻ ഒരു സ്പേസ് ഒന്നും കിട്ടിയില്ല ഗൈസ്, അതാണ് ഫുൾ ബിസി ആയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കല്യാണ വ്ളോഗായിട്ട് കാണാം. ജസ്റ്റ് ഒരു ഷോർട്ട് വ്ളോഗായിരുന്നു ഗൈസ്. കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്തതേ ഉള്ളൂ. നാളെ ആയിരിക്കും കല്യാണത്തിൻ്റെ മെയിൻ വ്ളോഗ് വരണത്. അതുമെല്ലാം വ്ളോഗ് എടുക്കാൻ കിട്ടിയാനേ എടുക്കും ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിളിച്ച് അവസാനിക്കുകയാണ്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.